ഹലോ ഫ്രണ്ട്സ്, ഇപ്പോഴാണ് ക്ലിയർ ആയത്. അപ്പോൾ ഇപ്പോൾ ഞങ്ങളൊരു ബസ് യാത്രയിലാണ്. ഇതൊരു സ്ലീപ്പർ ബസ്സാണ്. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ കണ്ടല്ലോ, ഇരുന്ന് ആളുകളെ കുത്തി നിറച്ച് കൊണ്ടുപോകാൻ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം, നമ്മൾ രാജസ്ഥാനിലാണുള്ളത്, ജയ്പൂരിലായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ ജയ്പൂരിൽ നിന്ന് ഞങ്ങൾ അജ്മീറിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ അജ്മീറിലേക്ക് രാവിലെ ബസ് 6 മണിക്ക് ആണ് ജയ്പൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഈ സ്ലീപ്പർ ബസ് കണ്ട് നമ്മൾ 150 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് കയറി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ പിന്നെ അവിടെ നിന്ന് തന്നെ കൂടുതൽ ആളുകളൊക്കെ കയറ്റി വഴിയിൽ നിന്ന് കിട്ടുന്നവരൊക്കെ പെറുക്കി കുത്തി നിറച്ചിട്ടാണ് ഇപ്പോൾ ഈ പോകുന്നത്. ഇതിൽ നമ്മൾ ഇരിക്കാൻ സീറ്റല്ല, കിടക്കുന്ന കാര്യങ്ങളാണല്ലോ. അപ്പോൾ ഈ അജ്മീർ എന്നുള്ളത് നമ്മുടെ ഒരു യാത്രയുടെ നമ്മുടെ പ്ലാനിലുള്ളതായിരുന്നില്ല. എന്നാൽ ഇവിടെ ജയ്പൂർ വന്ന സ്ഥിതിക്ക് ഇനിയൊരു ഏകദേശം 100-125 കിലോമീറ്റർ മാത്രമാണ് ജയ്പൂരിൽ നിന്ന് അജ്മീറിലേക്കുള്ളത്. ഇപ്പോൾ പോകുന്നതിന് മുമ്പ് അജ്മീറിലെ ഷെയ്ഖ് മുഹീദ്ദീൻ ചിശ്തിയുടെ ദർഗ കൂടി ഒന്ന് സന്ദർശിച്ചിട്ട് വരാം എന്ന് കരുതിയാണ് ഇപ്പോൾ ഈ പോക്ക്. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് അജ്മീറിലെ വിശേഷങ്ങളും കാഴ്ചകളും ചരിത്രങ്ങളുമായിരിക്കും ഉണ്ടാകുക. അപ്പോൾ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിൽ ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇനി വീഡിയോയിലേക്ക്. അപ്പോൾ നമ്മുടെ അജ്മീറിൽ ബസ് ഇറങ്ങി, ജയ്പൂരിൽ നിന്ന് വന്ന ബസ് ഇറങ്ങി ഇവിടുന്ന് ഒരു ഓട്ടോ പിടിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കൊരു മുതലൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിർത്തിയത്. ഇതാണ് നമ്മുടെ ഓട്ടോക്കാരൻ. ഭയ്യ നാം ക്യാ? കരണ്ണ. ഇതാ ഇയാളെ കണ്ടോ? ഇയാൾ നമ്മളവിടെ പിന്നെ ബസ് ഇറങ്ങിയപ്പോൾ ഓട്ടോ അവിടെ പിന്നാലെ കൂടിയുന്നതാണ് ഓട്ടോറിക്ഷക്കാർ. അപ്പോൾ അതിന് ഒരാളാണ്. അപ്പോൾ അതിൽ 100 രൂപ പറഞ്ഞു ആദ്യം. അപ്പോൾ നമ്മൾ വേണ്ടെന്ന് പറഞ്ഞു. പിന്നാലെ അവസാനം 50 രൂപയ്ക്ക് ദർഗയിൽ കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അത് സ്വാഭാവികമായ സംഭവം. ഇതിൽ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഇയാൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞു. ഭക്ഷണം കഴിക്കാൻ ഇവിടെ ഈ ഒരു തട്ടുകട, ഇവിടുത്തെ നല്ല തട്ടുകടയാണ്, അവിടെ കൊടുത്ത് നിർത്തി. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് ഭക്ഷണം കഴിക്കാൻ ഇപ്പോൾ നീ അതൊരു വെയിറ്റ് ചെയ്യുമെന്ന് വെച്ചപ്പോൾ വെയിറ്റ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല, ഞാൻ അവിടെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു മൂത്രമൊഴിക്കണം പറഞ്ഞു. അപ്പോൾ മൂത്രമൊഴിക്കാൻ സ്ഥലം കൊണ്ടുപോയി. അപ്പോൾ പിന്നെ പറ്റുന്ന സ്ഥലത്ത്, ഇവിടെ ബാത്റൂമൊന്നുമില്ല, അതിനടുത്തൊരു സ്ഥലത്ത് കൊണ്ടുപോയി, പിന്നെ റോഡിനടുത്ത് പറ്റുന്ന സ്ഥലത്ത് കൊണ്ടുപോയി. അപ്പോൾ വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോൾ ഇവൻ തന്നെ പോയി കുപ്പി എടുത്ത് എവിടുന്നോ വെള്ളമൊക്കെ കൊണ്ടുവന്നു. അങ്ങനെ ഭയങ്കര സർവീസ് ചെയ്തു തന്നു. അതുകൊണ്ടൊന്ന് ഇവനത് കാണിക്കാം എന്ന് വിചാരിച്ചു. ഇനി നമ്മൾ അടുത്ത ദർഗയിലേക്കുള്ള കാഴ്ചയാണ്. ശരിയാക്കാം. ഇരുവശവും തിങ്ങി നിൽക്കുന്ന കടകൾക്കിടയിലൂടെയുള്ള ഈ ഇടുങ്ങിയ വഴിയിലൂടെയാണ് നാനാജാതി മതസ്ഥരായ അനാഥരും അഗതികളും അന്ധരും ബധിരരും മൂകരും നിരാലംബരുമായ ജനസഹസ്രങ്ങൾക്ക് ആശ്രയമാകുന്ന വിശ്വപ്രസിദ്ധമായ അജ്മീർ ദർഗയിലേക്ക് എത്തിച്ചേരേണ്ടത്. സൂഫിസത്തിൻ്റെ പ്രകാശം വീണ അജ്മീർ ഷരീഫിലേക്കുള്ള ഈ വഴി പക്ഷേ ഏറെ ഇടുങ്ങിയതും വൃത്തിഹീനവുമാണ് എന്ന് പറയാതെ വയ്യ. ഈ ദർഗയെ ആശ്രയിച്ച് ഉപജീവനം നടത്തുന്നവരെയും ദർഗയിലേക്ക് ഒരാശ്വാസത്തിനായി ചെന്നെത്തുന്നവരെയും ദർഗയിൽ നിന്ന് അവിടുത്തെ അനുഗ്രഹവും ആശീർവാദവും വാങ്ങി തിരിച്ചെത്തുന്നവരെയുമൊക്കെ നമുക്ക് ഈ വഴികളിൽ കാണാം. ഹിജറ വർഷം 522 അതായത് AD 1141 പേർഷ്യയിലെ, അതായത് ഇപ്പോഴത്തെ ഇറാനിൻ്റെ ഭാഗമായ സിജിസ്ഥാൻ പ്രവിശ്യയിലാണ് അസയ്യിദ് ഷെയ്ഖ് മൊയ്നുദ്ദീൻ ഹസൻ എന്നു പേരുള്ള ഖാജ മൊയ്നുദ്ദീൻ ചിശ്തി ജനിക്കുന്നത്. ബാല്യത്തിലെ മാതാപിതാക്കൾ മരണപ്പെട്ടുപോയ മൊയ്നുദ്ദീൻ ചിശ്തി പിന്നീട് ആത്മീയ വെളിച്ചം തേടിയുള്ള യാത്രയിലായിരുന്നു. ഇടുങ്ങിയ പല വഴികൾ താണ്ടി അവസാനം ഞങ്ങൾ ബാബുൽ ഷരീഫ് എന്ന് പറയുന്ന ഈ ദർഗയുടെ കവാടത്തിലെത്തി. ഈ കവാടം കടന്നു വേണം ദർഗാ ഷരീഫിന് അകത്തേക്ക് പ്രവേശിക്കുവാൻ. ഇവിടെ ചെരുപ്പുകളെല്ലാം ഇവിടെ അഴിച്ചു വെച്ചിട്ട് വേണം അകത്തേക്ക് പ്രവേശിക്കുവാൻ. ഞങ്ങളിവിടെ ചെരുപ്പ് ഇവിടെ അഴിച്ചു വെച്ചു. ദർഗാ ഷരീഫിൻ്റെ കവാടം കടന്നിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ കാണുന്നത്. ഇവിടെ സ്ത്രീകളും പുരുഷന്മാരുമായ ഒരുപാട് പേര് ഇവിടുത്തെ അനുഗ്രഹം വാങ്ങാൻ വന്നവരാണെന്ന് തോന്നുന്നു. ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. ഇതാണ് ഇവിടുത്തെ മെയിൻ ഗേറ്റ് എന്ന് തോന്നുന്നു. നമ്മൾ ശരിക്കും വന്നത് മറ്റൊരു ഗേറ്റാണ്. ഇതാണ് നൈസാം ഗേറ്റ് എന്ന് പറയുന്നു. ഹൈദരാബാദിലെ 7ാമത്തെ നൈസാമായ മിർ ഉസ്മാൻ അലി ഖാനാണ് 1911 ഗേറ്റ് പണി കഴിപ്പിച്ചത്. അത് കഴിഞ്ഞ് കിടക്കുന്ന ഈ കവാടമാണ് ഷാജഹാനി ഗേറ്റ്. അതായത് മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ പണി കഴിപ്പിച്ചതാണ് ഈ ഗേറ്റ് എന്നാണ് പറയുന്നത്.
മുന്നിൽ പോകുന്ന ആൾ തലയിൽ ചുമന്ന് കൊണ്ടുപോകുന്നത് കണ്ടില്ലേ? പനിനീർ പൂക്കളും പട്ടുമൊക്കെയാണ് ആ തലയിൽ ചുമന്ന് കൊണ്ടുപോകുന്നത്. ഇവിടുത്തെ ഒരു അനുഷ്ഠാനം, ഒരു രീതിയാണത്. ഇവിടെ ഈ ദർഗയ്ക്ക് മുകളിൽ വിരിക്കാനും അവിടെ വിതറാനുമുള്ള പനിനീർ പൂക്കളുമൊക്കെയാണിത്. മുഗൾ ചക്രവർത്തിമാർക്ക് ഈ അജ്മീർ ദർഗയുമായി ഒരു അഭേദ്യമായ ബന്ധം തന്നെ ഉണ്ടായിരുന്നു. അവർ നിർമ്മിച്ച മസ്ജിദുകളും മറ്റുമൊക്കെയായിട്ട് ഇവിടെ ഇതിനകത്തുണ്ട്. ഈ ഒരു സ്റ്റെപ്പ് കടന്നു പോകുന്നത് ഇതൊരു വലിയ ചെമ്പ് ആണ്, വലിയൊരു ചെമ്പ് പാത്രം. ഇത് അക്ബർ ചക്രവർത്തി സമ്മാനിച്ചതാണ് എന്നാണ് പറയുന്നത്. ഇതിനകത്ത് ഇപ്പോൾ കാണുന്നത് കണ്ടോ നിങ്ങൾ, കുറേ അരിയുണ്ട്, കുറേ പൈസയും മറ്റുമൊക്കെ നേർച്ചയൊക്കെ ആയിട്ട് വരുന്നവർ ഇതിലേക്ക് ഇത് നിക്ഷേപിക്കുന്നുണ്ട്. ഇതിനകത്താണ് ഈ ഉറൂസ് സമയത്തൊക്കെ ഭക്ഷണമോ അതുപോലെ എന്തോ പായസം പോലെയുള്ള എന്തൊക്കെ പാകം ചെയ്യുന്നതൊക്കെ ഇതിനകത്താണ്. ഇങ്ങനെയുള്ള 2 ചെമ്പുകൾ ഇതിനകത്തുണ്ട്. ദൂരെ കാണുന്ന കുന്ന് ആരവല്ലി പർവ്വതനിരകളുടെ ഭാഗമായ കുന്നാണ്. ആരവല്ലി പർവ്വതനിരകൾക്ക് നടുവിലാണ് ഈ അജ്മീർ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ഈ അജ്മീർ ദർഗയ്ക്ക് സമീപത്ത് ആനാസാഗർ തടാകമുണ്ട്. തടാകത്തിലേക്ക് നമ്മൾ ഇന്ന് പോകുന്നില്ല, അതിന് സമയമില്ല. ഈ മൊയ്നുദ്ദീൻ ചിശ്തിയുടെ ചരിത്രവുമായി ഏറെ ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ ആനാസാഗർ തടാകം എന്നൊക്കെ പറയുന്നത്. ഇവിടുന്ന് മറ്റൊരു കവാടം കൂടി കിടന്നിട്ടാണ് നമ്മൾ ഈ ദർഗ നിൽക്കുന്ന ഭാഗത്തേക്ക് എത്തിപ്പെടുക. നമ്മൾ നേരത്തെ ബാലനായ മൊയ്നുദ്ദീൻ ചിശ്തിയുടെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനുശേഷം ഷെയ്ഖ് ഇബ്രാഹിം റളിയല്ലാഹു അൻഹുവിനെ കണ്ടെത്തിയതിന് ശേഷമാണ് മൊയ്നുദ്ദീൻ ചിശ്തി ആത്മീയമായ യാത്ര ആരംഭിക്കുന്നത്. ഇവിടെ അകത്ത് കയറിയ ഉടനെ ആദ്യം ഇവിടെ കാണുന്നത് ഖാജ മൊയ്നുദ്ദീൻ ചിശ്തി അവരുടെ ഭാര്യയുടെ ദർഗയാണെന്ന് തോന്നുന്നു. ഇവിടെ എന്തോ പിന്നെ ഈ ഒരു മയിൽപ്പീലി പോലുള്ള ഒരു സംഭവം ചൂര് പോലെയൊക്കെ ഇട്ടിട്ട് തലയിലടിച്ചിട്ടൊക്കെ അനുഗ്രഹം നൽകുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട്. തുടർന്ന് നമ്മൾ മുന്നോട്ട് നടക്കുമ്പോൾ ഇവിടെ ബാബുൽ ജന്നത്ത് എന്ന് പറയുന്ന ഒരു കവാടമല്ല, അവിടെ ഒരു ജനൽ കാണുന്നുണ്ട്. അവിടെ കുറേ ആൾക്കാർ അതിലൂടെ ഒക്കെ നോക്കിയിട്ടൊക്കെ പ്രാർത്ഥന ഒക്കെ ചെയ്യുന്നത് കാണുന്നുണ്ട്. ഷെയ്ഖ് ഇബ്രാഹിം റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടിയതിന് ശേഷം മൊയ്നുദ്ദീൻ ചിശ്തി അവർകൾ അദ്ദേഹത്തിൻ്റെ സമ്പാദ്യമെല്ലാം ദാനം ചെയ്ത് ഷെയ്ഖ് ഉസാമുദ്ദീൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തിൽ നിന്ന് ഖുർആൻ മുഴുവൻ മനഃപ്പാഠമാക്കുകയും തുടർന്ന് ഇറാഖിലെ ഖാജ ഉസ്മാൻ ഹാറൂനി റളിയല്ലാഹു അൻഹുവിനെ കണ്ടെത്തി അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ച് അദ്ദേഹത്തോടൊപ്പം ഏതാണ്ട് 20 വർഷക്കാലത്തോളം ചിലവഴിച്ച് അദ്ദേഹത്തിൽ നിന്ന് വിജ്ഞാനവും ആത്മീയ സരണികളും സ്വായത്തമാക്കി സ്ഥാനവസ്ത്രം സ്വീകരിച്ചതായും തുടർന്ന് ഹൗസുൽ ഔലം ഖാജ മുഹീദ്ദീൻ അബ്ദുൽ ഖദർ ജീലാനി തങ്ങളോടൊത്ത് മാസങ്ങളോളം ചിലവഴിച്ച് അദ്ദേഹത്തിൽ നിന്നും വിജ്ഞാനം സ്വായത്തമാക്കിയതായും ചരിത്രം പറയുന്നു. പിന്നീട് പ്രവാചകൻ സ്വപ്നത്തിലൂടെ നൽകിയ നിർദ്ദേശത്തെ തുടർന്നാണ് അദ്ദേഹം അനുചരന്മാരോടൊപ്പം ഇന്ത്യയിലേക്ക് വരുന്നതും ഇന്ത്യയിൽ ഇവിടെ അജ്മീറിലെത്തി ഇവിടെ താമസമാക്കി ഇവിടെ നിന്ന് പ്രബോധനമൊക്കെ തുടങ്ങുന്നതൊക്കെ. പ്രവാചക പുത്രി ഫാത്തിമ ബീവിയുടെ 11ാമത്തെ സന്താന പരമ്പരയിൽപ്പെട്ട ആളാണ് മൊയ്നുദ്ദീൻ ചിശ്തി. ദർഗയിലെ ഒരു സ്ഥിരം കാഴ്ചയാണ് ഈ ഖവാലി. കുറേ ആളുകൾ പൈസയൊക്കെ കൊണ്ടേ കൊടുക്കുന്നുണ്ട്. ഹാജിയെ പ്രകീർത്തിച്ചുകൊണ്ടാണ് ഈ ഖവാലി ഗാനങ്ങളൊക്കെയും. ഇതാണ് അജ്മീറിലെ പ്രധാന ദർഗ. ഇതിനകത്താണ് ജീവിച്ചിരുന്ന കാലത്ത് ഒരുപാട് അത്ഭുത സിദ്ധികൾ, അതായത് കറാമത്തുകൾ കാണിച്ചിട്ടുള്ള വലിയായ ഖാജ മൊയ്നുദ്ദീൻ ചിശ്തി അവർകൾ അന്തിയുറങ്ങുന്നത്. അതിനകത്ത് വീഡിയോഗ്രാഫി അനുവദിച്ചിട്ടില്ലാത്തതിനാൽ അതിനകത്തുള്ള കാഴ്ചകൾ കാണിക്കാൻ ഒരു നിർവാഹവുമില്ല. ഖരീബ് നവാസ്, പാവങ്ങളുടെ ആശ്രയം, സുൽത്താനുൽ ഹിന്ദ്, ഇന്ത്യയുടെ സുൽത്താൻ എന്നിങ്ങനെയൊക്കെ സ്ഥാനപ്പേരുകളുള്ള ഖാജ മൊയ്നുദ്ദീൻ ചിശ്തി AD 1230 ഹിജ്റ വർഷം 633 അറബ് മാസം റജബ് 6 തൻ്റെ 96ാമത്തെ വയസ്സിലാണ് മരണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ റജബ് 6, 7 തീയതികളിലാണ് അജ്മീർ ഉറൂസ് നടത്തപ്പെടുന്നത്. ഈ ഉറൂസിന് ലക്ഷക്കണക്കിന് ആളുകളാണ് ഇന്ത്യയിൽ നിന്നും അതുപോലെ വിദേശ രാജ്യങ്ങളിൽ നിന്നുമൊക്കെ പങ്കെടുക്കാനെത്തുന്നത്. ഇതാണ് പ്രധാന ദർഗയുടെ കവാടം. ഈ കവാടത്തിന് മുന്നിലും ഇങ്ങനെ ഖവാലി നടത്തപ്പെടുന്നുണ്ട്. ഖാജയെ കൂടാതെ അദ്ദേഹത്തിൻ്റെ മക്കളുടെയും ഭാര്യയുടെയും ബന്ധുക്കളുടെയും ഒക്കെ ദർഗകൾ ഇവിടെയുണ്ട്. അങ്ങനെ അജ്മീറിലെ കാഴ്ചകൾ അവസാനിപ്പിച്ച് ഞങ്ങൾ മടങ്ങുകയാണ്. രാജസ്ഥാനിൽ എത്തുന്നവർ വിശ്വാസികളാണെങ്കിലും അല്ലെങ്കിലും കണ്ടിരിക്കാൻ തക്ക പ്രാധാന്യമുള്ള ഒരു സ്ഥലം തന്നെയാണ് അജ്മീർ എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അപ്പോൾ
അജ്മീർ ദർഗയുടെ വീഡിയോ ആയിരുന്നു ഇപ്പോൾ ഈ നമ്മളിൽ പോയത്. ഇന്ന് രാവിലെ നമ്മൾ ജയ്പൂരിൽ നിന്ന് അജ്മീറിലേക്ക് പോവുകയും തിരിച്ചിപ്പോൾ നമ്മൾ വീണ്ടും അജ്മീറിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ ഇന്നലെ രാത്രി നമ്മൾ ഭക്ഷണം കഴിക്കാൻ വന്നത് ഇവിടെ പിന്നെ ചാന്ത്പോൾ സർക്കിളിലുള്ള മുഹമ്മദി ഹോട്ടലാണ്. മുഹമ്മദി ഹോട്ടൽ നല്ല ഹോട്ടലാണ്. ഇതൊരു ചെറിയൊരു ഉള്ളിലെ കാഴ്ചകളൊന്ന് കാണിച്ചിട്ട് നമുക്കത് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അജ്മീർ ദർഗയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത കാഴ്ചയ്ക്ക് വേണ്ടി നമ്മൾ ഇന്ന് രാത്രി ഇവിടുന്ന് ജയ്പൂരിൽ നിന്ന് ബിക്കാനീറിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ജയ്പൂരിൽ കാണേണ്ട നഹർഗഡ് ഫോർട്ടിലേക്കാണ് നമ്മൾ ഇനി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ പോകുന്നത്. അപ്പോൾ ആ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. അപ്പോൾ എന്നും എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, നിങ്ങളുടെ പരിചയക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബൈ, അടുത്ത വീഡിയോ വീണ്ടും കാണാം.